Hello dears, welcome back to ISK Essay English. Hello dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റോട് കൂടി നമ്മളുടെ 1ാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താണ് ഈ യൂണിറ്റിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിയേഴ്സ് ടു ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സും ഗൈഡ് ലൈൻസും. ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗൈഡ് ചെയ്യുന്ന, അതിന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഡിസ്കഷൻ നോക്കാം. എന്താണ് ഡിസ്കഷനിൽ പറയുന്നത്? ഹാസ് സംവൺ എവർ മിസ്അണ്ടർസ്റ്റുഡ് സംതിങ് യു സെഡ്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ അത് തെറ്റിദ്ധരിക്കാറുണ്ടോ? അല്ലെ, നമുക്കറിയാം ആളുകൾ വെറുതെ അങ്ങോട്ട് തെറ്റിദ്ധരിക്കൊന്നും ചെയ്യില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ മിസ്ഇന്റർപ്രറ്റിംഗ് അവർ വേർഡ്സ് ഓർ സെന്റൻസസ് ഈസ് നോട്ട് ഗുഡ് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ ആളുകൾ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ തെറ്റായിട്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുക, തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നത് നോട്ട് എ ഗുഡ് എക്സ്പീരിയൻസ്, ഒരു നല്ല അനുഭവമല്ല. അപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലാത്ത രീതിയിൽ ആളുകൾ അതിനെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ആളുകൾ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എനിക്കത് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല എക്സ്പീരിയൻസ് അല്ല. ആണോ എന്നാണ് ചോദിക്കുന്നത്? അല്ല. ബട്ട് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ക്യാൻ ഹാപ്പൺ എനി ടൈം. അതായത് കമ്മ്യൂണിക്കേഷനിൽ എപ്പോൾ വേണമെങ്കിലും അങ്ങനെ സംഭവിക്കാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഓൺലി വെൻ ദ മെസ്സേജ് ഈസ് കൺവേഡ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ വിത്തൗട്ട് എനി ലോസ് ഓർ ചേഞ്ച് ഇൻ മീനിങ്. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് ഇഫക്റ്റീവായി എന്ന് പറയാം, അല്ലെങ്കിൽ ഫലപ്രദമായി കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് നമ്മൾ പറയുന്നത് ഒരു സെൻഡറിൽ നിന്നുമുള്ള മെസ്സേജ് റിസീവറിലേക്ക് വിത്തൗട്ട് എനി ലോസ് ഓർ ചേഞ്ച്, ഒരു സെൻഡർ അയക്കുന്ന മെസ്സേജ്, ആ മെസ്സേജിന് യാതൊരുവിധ ലോസും സംഭവിക്കാതെ അല്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കാതെ റിസീവർക്ക് അത് കിട്ടിയിരിക്കണം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റവും സംഭവിക്കാതെ, ഒരു ചേഞ്ചോ അല്ലെങ്കിൽ അതിലൊരു ലോസ്, ഒരു നഷ്ടമോ ഒരു മാറ്റമോ സംഭവിക്കാതെ എൻ്റെ റിസീവർക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടുമ്പോഴാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നത്. വൈ ഡസ് കമ്മ്യൂണിക്കേഷൻ ബിക്കം ഇൻഎഫക്റ്റീവ്? ഇത് നമ്മൾ അറിയണ്ടേ. എപ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇൻഇഫക്റ്റീവ് ആകുന്നു? അതായത് എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ ലോസ് വരുന്നു അല്ലെങ്കിൽ ചേഞ്ച്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നു? ഇതിന് there are many causes for it. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. Let us look at the barriers to communication in detail. നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ കമ്മ്യൂണിക്കേഷനുള്ള തടസ്സങ്ങൾ, അതിൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. It would help you in polishing your communication skills. അതായത് കമ്മ്യൂണിക്കേഷന് വരുന്ന, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വരുന്ന ബാരിയേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. അതുവഴി നമുക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വെൻ വി ടോക്ക് അബൌട്ട് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ഡിവൈഡ് ഇറ്റ് ആസ് ഗ്രൂപ്പ്സ്. നമുക്ക് ആ ബാരിയേഴ്സിനെ പല ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള ബാരിയേഴ്സിനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഫിസിക്കൽ ബാരിയേഴ്സ്, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, ലിംഗ്വിസ്റ്റിക് ഓർ സെമാൻറ്റിക്, അതുപോലെ പെർസെപ്ച്വൽ, കൾച്ചറൽ, ഓർഗനൈസേഷണൽ, ജെൻഡർ, എമോഷണൽ, മെക്കാനിക്കൽ ഓർ ടെക്നോളജിക്കൽ. ലെറ്റ് us look at each of these in detail. അടുത്തതായിട്ട് ഞാനിപ്പോൾ എല്ലാം ജസ്റ്റ് ഒരൊറ്റ ശ്വാസത്തിൽ എല്ലാം ഞാനിവിടെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നും നോക്കുകയാണ്. അതാണ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കല്ലേ.
നമ്മളിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഒന്നാമത്തേത് ഫിസിക്കൽ ബാരിയർ ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്താണ്? ഫിസിക്കൽ ബാരിയേഴ്സ് those factors in the surroundings that affect as obstacles to effective communication are called physical barriers. ആ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ചുറ്റുപാട് ഇപ്പം നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് നിങ്ങളോട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റുപാടിൽ നിന്നും ഒരു ശബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ അത്തരം ഒരു ചുറ്റുപാട് തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എക്സ്റ്റേണൽ സൗണ്ട്സ് ഓർ എക്സ്റ്റേണൽ വോയിസ് ഓർ എക്സ്റ്റേണൽ നോയിസ്, പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും ഉൾപ്പെടാതെ നിങ്ങൾക്ക് കേൾക്കണം. അപ്പൊ ഇതാണ് എക്സ്റ്റേണൽ, പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ സറൗണ്ടിങ്സ്, നമ്മളെ ചുറ്റുപാട് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇമാജിൻ talking on the phone while standing on the platform of a busy railway station. നല്ല തിരക്ക് പിടിച്ചൊരു റെയിൽവേ സ്റ്റേഷൻ, മേ ബി ഷൊർണൂരോ അല്ലെങ്കിൽ എറണാകുളം ഇതുപോലെ, അല്ലെങ്കിൽ കോഴിക്കോട്, കാലിക്കറ്റ് ഇതുപോലുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ സമയത്ത് നമ്മളുടെ റിസീവർക്ക് നമ്മൾ പറയുന്നത് ശരിക്കും കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റില്ല. എന്താ കാരണം? യു വിൽ കം അക്രോസ് എ ലോട്ട് ഓഫ് എൻട്രൻസസ് ടു കമ്മ്യൂണിക്കേഷൻ. അവിടെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ആശയവിനിമയം നടത്തുന്നതിന്, നമ്മൾ പറയുന്നതിന് അവിടെ ഒരുപാട് എൻട്രൻസ് തടസ്സങ്ങൾ ഉണ്ടാവും. ദർ ആർ ലോട്ട് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഫോൺ ചെയ്യുമ്പോൾ അവിടെയുള്ള കച്ചവടക്കാരുടെ ശബ്ദം ഉണ്ടായിരിക്കും, ആളുകൾ ഉണ്ടാക്കുന്ന ബഹളങ്ങൾ ഉണ്ടായിരിക്കും, ട്രെയിന് വരുന്നതിന്റെ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യം, അപ്പൊ നമ്മൾ പറയുന്നത് ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ഏതാണോ അതിനനുസരിച്ചിട്ട് പല തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും. There are a lot of external factors that become obstacles to communication. കമ്മ്യൂണിക്കേഷന് ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരുന്ന, ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ തടസ്സമായിട്ട് വരുന്ന ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സം ഓഫ് ദം ആർ ലിസ്റ്റഡ് ബിലോ. അവയിൽ നിന്നുള്ള ചിലതാണ് നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്തത്. ഒന്നാമത്തേന്ന് പറയുന്നത്, അതായത് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദ യൂസ് ഓഫ് ഡിഫക്റ്റീവ് എക്യുപ്മെന്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ക്യാൻ ലീഡ് ടു ഡിസ്റപ്ഷൻസ് വിച്ച് ക്യാൻ അഫക്റ്റ് ദി ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, അതായത് ഫിസിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, ഉപകരണം എന്തായിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിലും മൈക്ക് ഉപയോഗിക്കുകയാണെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ശരി, ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഡിഫക്റ്റീവ് ആവുമ്പോൾ, ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ പോരായ്മയുള്ള ഉപകരണം, അപ്പൊ അത്തരത്തിലുള്ള ഉപകരണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മെസ്സേജിന്റെ ട്രാൻസ്മിഷനെ അത് ബാധിക്കും. അപ്പൊ എന്താ പറയുന്നത്? ദ യൂസ് ഓഫ് ഡിഫക്റ്റീവ് എക്യുപ്മെന്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ക്യാൻ ലീഡ് ടു ഡിസ്റപ്ഷൻസ്. ഡിസ്റപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാം, തകരാറ് സംഭവിക്കാം. മാത്രമല്ല വിച്ച് ക്യാൻ അഫക്റ്റ് ദി ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ക്വാളിറ്റിയെ അത് ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ സ്പീക്കർ ക്ലിയർ അല്ലാത്ത, പ്രശ്നമുള്ള, ശരിക്കും കേൾക്കാത്ത ഫോണിൽ നമ്മൾ സംസാരിക്കാം. ഇപ്പൊ എൻ്റെ ഫോണിന് തകരാറുണ്ട് എന്ന് വെക്കാം. ആ ഫോണിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫിസിക്കൽ ബാരിയേഴ്സ്, അവിടെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു തടസ്സമാവും. ഒരു പക്ഷെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കില്ല, അല്ലെങ്കിൽ അയാൾ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് നോയിസ്. ആൾക്കൂട്ടത്തിനും തിരക്കിനും ബഹളത്തിനും ഇടയിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ പറയും ഒന്നും നേരെ കേൾക്കുന്നില്ല, ഒന്നങ്ങോട്ട് മാറി നിൽക്കുമെന്ന്, അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്, ദ പ്രസൻസ് ഓഫ് നോയിസ് ക്യാൻ ഓൾസോ ഇന്റർഫിയർ വിത്ത് പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് എ മെസ്സേജ്.
അതായത് നമ്മളൊരു മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശബ്ദമുള്ളിടത്ത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ ക്വാളിറ്റിയെ പുറത്തു നിന്നുമുള്ള നോയ്സിൻ്റെ പ്രസൻസ് ബാധിക്കും. അതായത് ഇപ്പം ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പുറത്തു നിന്നും ഒരു ശബ്ദവും കൂടി കേൾക്കാൻ പറ്റില്ല. കാരണം പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും ബഹളങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി കുറയും. മൂന്നാമത്തേത് when communication happens across closed doors and rooms the quality of message may be compromised. അതായത് അടച്ചിട്ട റൂമോ അല്ലെങ്കിൽ ഡോറോ അല്ലെങ്കിൽ ഡോർസോ അല്ലെങ്കിൽ വിൻഡോസോ ജനലുകളോ അല്ലെങ്കിൽ വാതിലുകളോ അടച്ചിട്ടിരിക്കുന്ന റൂം, അത്തരം റൂമുകളിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ മെസ്സേജിന്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലാവാം. ഇപ്പൊ അടച്ചിട്ടിരിക്കുന്ന റൂമിലോട്ട് പറയാം, അതുപോലെ തന്നെ അടച്ചിട്ടിരിക്കുന്ന റൂമിൽ നിന്നും പുറത്തേക്ക് പറയാം. ഇത്തരത്തിലാവുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർസ്, അപ്പോൾ ഇവയിൽ വെച്ച് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് അക്രോസ് ക്ലോസ്ഡ് ഡോർസ് ആൻഡ് റൂംസ്. നാലാമത്തേത് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാക്സിമം എന്താണ്, ഞാൻ അടുത്തിരുന്നിട്ടാണ് പറയുന്നത്. ഞാൻ അടുത്തിരുന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്ന ശബ്ദം, എൻ്റെ വോയിസ് കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് ഒരു ഘടകമാണ്. നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ എന്താ പറയുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനാണ് സെൻഡർ, എൻ്റെ റിസീവർ എന്ന് പറയുന്നത് എൻ്റെ മൊബൈൽ ഫോണാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അടുത്തിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ ശബ്ദം റിസീവ് ചെയ്യുള്ളൂ. അപ്പൊ ഡിസ്റ്റൻസും എന്താണ്, ആൾസോ ബി എ ബാരിയർ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്ത്, ഡിസ്റ്റൻസ്. അപ്പൊ ഇത്രയാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മൊത്തത്തിൽ ബാരിയേഴ്സ് എന്നുള്ള ടോപ്പിക് ചോദിക്കാം, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫിസിക്കൽ ബാരിയേഴ്സ് മാത്രം ചോദിക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ് മാത്രമല്ല, ഇതിലങ്ങനെ പല പല ടോപ്പിക് വരുന്നുണ്ടല്ലോ. അപ്പൊ അടുത്തത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. വ്യത്യാസമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഫിസിക്കൽ ബാരിയേഴ്സും ഫിസിയോളജിക്കൽ ബാരിയേഴ്സും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വ്യക്തമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക, എന്നാലേ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുള്ളൂ. ആ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ശാരീരികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ കുറവോ ബുദ്ധിവൈകല്യമോ അത്തരം പ്രശ്നങ്ങൾ റെഫേഴ്സ് ടു. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ കണ്ടീഷൻസ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള കണ്ടീഷൻസ് ലൈക്ക് ഡിസ്ലെക്സിയ, ഏതുപോലെ ഡിസ്ലെക്സിയ പോലെ, ദാറ്റ് അഫക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ലെക്സിയ പോലുള്ള ബയോളജിക്കൽ കണ്ടീഷൻസ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ഇറ്റ് ക്യാൻ ബി എ ബാരിയർ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ as it poses difficulty in the composition as well as effective reception of message. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങൾ, അതായത് ബയോളജിക്കൽ കണ്ടീഷൻസ് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷന്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ബാരിയർ ആയിട്ട് വരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് കാര്യങ്ങളെയാണ് ബാധിക്കുന്നത്. ഒന്ന്, നല്ല രീതിയിൽ ഒരു മെസ്സേജ് കമ്പോസ് ചെയ്യാം. കാരണം ഒരു മെസ്സേജ് എഴുതി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ ആ കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയുമ്പോൾ എനിക്ക് ആ കാര്യം പറയാൻ അറിയണം. അപ്പോൾ പറയാൻ അറിയാന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് നോർമലായ ആളായിരിക്കണം, എനിക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഞാൻ കൃത്യമായി സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അല്ല, ഞാനൊരു നോർമലായ വ്യക്തി, ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാളായത് കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ഞാനിങ്ങനെ അല്ലെങ്കിൽ എനിക്കിങ്ങനെ വായിച്ച് പറയാൻ കഴിയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് ഒരു മെസ്സേജ് കമ്പോസ് ചെയ്യണമെങ്കിൽ, എഴുതിയിട്ടാണെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും കമ്പോസ് ചെയ്യുന്നതിനും
അതുപോലെ തന്നെ മറ്റുള്ളവർ കമ്പോസ് ചെയ്തത് മനസ്സിലാക്കുന്നത്, രണ്ട് കാര്യങ്ങളാണ്. അതായത് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ ഒരു മെസ്സേജ് കമ്പോസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റിസപ്ഷൻ, മെസ്സേജിനെ റിസീവ് ചെയ്യുന്നതിനും എന്തായിരിക്കണം? അയാളുടെ ബയോളജിക്കൽ കണ്ടീഷൻ നോർമൽ ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ ഫിറ്റ് ആയിരിക്കണം. ഫിറ്റ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഫിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്, ശാരീരിക വൈകല്യങ്ങൾ ഇല്ലാത്ത ആളായിരിക്കണം. ഫോർ ഇൻസ്റ്റൻസ്, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, എ ഡിസ്ലെക്സിക് പേഴ്സൺ മേ സഫർ. അതായത് ഒരു ഡിസ്ലെക്സിക് ആയിട്ടുള്ള, ഡിസ്ലെക്സിയ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരിക്കും? അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധക്കുറവ് അയാൾക്ക് ഉണ്ടായിരിക്കും. കാരണം ഒരു കാര്യത്തിലും അയാൾക്ക് കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ അയാൾക്കുണ്ടാകുന്ന ഡിസ്ലെക്സിക് ആയിട്ടുള്ള ആൾക്കുള്ള പ്രശ്നമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ്. അയാൾക്ക് ശ്രദ്ധക്കുറവുണ്ടായിരിക്കും, ഓർമ്മക്കുറവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഈ ഒരു പ്രശ്നവും അയാൾക്ക് ഉണ്ടായിരിക്കും. കഴിഞ്ഞില്ല, ലേണിംഗ് ഡിസേബിലിറ്റി, പഠന വൈകല്യം, പഠിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ഡിസ്ലെക്സിക് ആയിട്ടുള്ള ആൾക്ക് 3 പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ശ്രദ്ധ അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടായിരിക്കും. മറ്റൊന്ന് പറയുന്നത് അയാൾക്ക് പഠന വൈകല്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരിക്കും. ഇതെല്ലാം, ഈ കാര്യങ്ങള് ക്യാൻ ഹാമ്പർ ദ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ക്വാളിറ്റിയെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തും. ഇതിനൊക്കെ പുറമെയായിട്ട് നെർവ് ഡിസോർഡേഴ്സ് ക്യാൻ ആൾസോ പോസ് സിമിലർ സിറ്റുവേഷൻ. അതായത് നെർവ് ഡിസോർഡേഴ്സ്, നെർവ് ഡിസോർഡർ, അതായത് ഒരു വ്യക്തിയിൽ നെർവ് സംബന്ധമായിട്ടുള്ള, നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേഷനെ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ചലഞ്ച് ചെയ്യും. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ആ പദത്തിൽ നിന്ന് മനസ്സിലാക്കുക, ശാരീരികമായ വൈകല്യം അല്ലെങ്കിൽ മാനസികമായ, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡിസോർഡർ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഡിസോർഡർ. അടുത്തത് പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് മൂന്നാമത്തേത്. എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ? ആർ ദോസ് ഇന്റേണൽ ഫാക്ടേഴ്സ് that can interfere with communication. അതായത് ഒരു വ്യക്തിയുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്, ഒരു വ്യക്തിയുടെ മാനസികമായിട്ടുള്ള, ഒരു വ്യക്തിയുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, അയാളുടെ വൈകാരികമായതാവാം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ആ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാം. It depends on the mental states of sender or receiver. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മെന്ററുടെ അല്ലെങ്കിൽ റിസീവറുടെ മെന്റൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മാനസികാവസ്ഥ, നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ മാനസികമായിട്ട് എന്തായിരിക്കണം? റിലാക്സ്ഡ് ആയിരിക്കണം. മാനസികമായിട്ട് നമ്മൾ എന്തായിരിക്കണം? ടെൻഷൻ ഫ്രീ ആയിരിക്കണം. സം ഓഫ് ദി സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആർ, ഞാനിനി നിങ്ങൾക്ക്, അതായത് കമ്മ്യൂണിക്കേഷന് ബാരിയർ ആയിട്ട് വരുന്ന ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ബാരിയേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാണ് എ പ്രെജുഡീസ് അഗൈൻസ്റ്റ് ദ പേഴ്സൺ ഓർ ദ മെസ്സേജ്. അതായത് ഒരു മെസ്സേജ് വരുമ്പോൾ ആ മെസ്സേജിനെ കുറിച്ചോ ആ മെസ്സേജ് അയച്ച ആളെ കുറിച്ചോ പ്രെജുഡീസ്, നമ്മളെ മനസ്സിലൊരു മുൻവിധി ഉണ്ടാവുക. അങ്ങനെ മുൻവിധി ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അയാൾ ഒരു കാര്യം പറയുകയാണെങ്കിലും, കാരണം നമ്മളോട് പറയുന്ന ആളെ കുറിച്ച് നമ്മളെ മനസ്സിലൊരു ധാരണ, മുൻധാരണ, നമ്മൾ ഇതിനാണ് പ്രെജുഡീസ്. ഒരിക്കലും മുൻധാരണ വെച്ച് ഒരാളെ നമ്മൾ സമീപിക്കരുത്. രണ്ടാമത്തെ കാര്യം അതേ സമാനമാണ്, ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ദ പേഴ്സൺ ഓർ ദ മെസ്സേജ്. നമുക്ക് മെസ്സേജ് അയച്ച വ്യക്തിയെയോ നമ്മളിലേക്ക് അയാൾ അയച്ച മെസ്സേജിനെയോ വിശ്വസിക്കാതിരിക്കാം. ഇതും കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തേത് ലാക്ക് ഓഫ് അറ്റൻഷൻ, അതായത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാം. അത് എന്തായിക്കോട്ടെ, ഏത് തരത്തിലുള്ള മെസ്സേജ് ആയിക്കോട്ടെ ശ്രദ്ധിക്കണം. ശ്രദ്ധക്കുറവ് കമ്മ്യൂണിക്കേഷനെ നന്നായിട്ട് ബാധിക്കും. ഇത് നന്നായിട്ട് അറിയാം. പരീക്ഷയ്ക്ക് സാർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ എന്ത് വേണം? അറ്റൻഷൻ വേണം. ലാക്ക് ഓഫ് അറ്റൻഷൻ ആണെങ്കിൽ സാറ് ചോദ്യം ചോദിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കൂല. അതുപോലെ തന്നെ പുവർ
റീറ്റൻഷൻ കപ്പാസിറ്റി, ഓർത്തെടുക്കാനുള്ള ഓർമ്മക്കുറവ്. ഇംഗ്ലീഷിൽ എന്താ പറയാ? പുവർ റീറ്റൻഷൻ കപ്പാസിറ്റി, ഓർത്തെടുക്കാനുള്ള കഴിവിന്റെ കുറവ്. ഇത്രയാണ് ഏത്? സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇനി നമ്മൾ പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഓർ സെമാന്റിക് ബാരിയേഴ്സ് ആണ്. ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാഷാപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഫേഴ്സ് ടു ഒബ്സ്റ്റക്കിൾസ് ടു കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഒക്കർ ഫ്രം ദി ഡിഫക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പോസ് ചെയ്യുമ്പോൾ, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, ഭാഷ തെറ്റായിട്ട് ഉപയോഗിക്കുക. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പറയുമ്പോൾ നമ്മളെ വായിൽ നിന്നും എന്താണോ കേൾക്കുന്നത് ആ കേൾക്കുന്നതാണ് ആളുകൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ എന്താണോ എഴുതിയത്, കാരണം ഞാൻ എഴുതിയത് കൊണ്ട് അതല്ല ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ എഴുതുന്ന കാര്യം കറക്റ്റ് ആവണമെങ്കിൽ ഭാഷ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഡിഫക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തും. ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് മനുഷ്യന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് കമ്മ്യൂണിക്കേഷന് ഏറ്റവും ഫലവത്തായിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഗുണകരമായിട്ടുള്ള മറ്റൊരു ടൂൾ മനുഷ്യനില്ല. There are many elements in which the incorrect use of them can cause obstacles to effective communication. Let us look at a few. അതായത് ഡിഫക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുണ്ട്. ആ പല തരത്തിലുള്ള ഡിഫക്റ്റീവ് യൂസ്, ലാംഗ്വേജിന്റെ പല തരത്തിലുള്ള ഡിഫക്റ്റീവ് യൂസ് ബാരിയർ ആയിട്ട് വരുന്നുണ്ട്. അവയിൽ ചിലത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പുവർ ക്വാളിറ്റി ഓഫ് മെസ്സേജ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി. പുവർ ക്വാളിറ്റി ഓഫ് മെസ്സേജ് എന്ന് പറയുമ്പോൾ മെസ്സേജിലെ ക്ലാരിറ്റി കുറവ്, വ്യക്തത കുറവ്. നമുക്ക് വ്യക്തത കിട്ടണമെങ്കിൽ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് പറയണം, എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. ഇതാണ് ഒന്നാമത്തെ ലാംഗ്വേജിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പുവർ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് ഓർ ലാക്ക് ഓഫ് ക്ലാരിറ്റി. രണ്ടാമത്തേത് ലാംഗ്വേജ് വേരിയേഷൻസ് ഓർ ഡയലക്ട്സ്, അതായത് പ്രാദേശിക ഭാഷകൾ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ വേരിയേഷൻസ്. ഇവ ചില കാര്യങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് ജില്ലയിൽ വരുന്നൊരു വ്യക്തിയാണ്, ജില്ലയിൽ മാത്രം പാലക്കാട് ജില്ലയിൽ. അപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ എൻ്റെ സംസാരം ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ മലപ്പുറത്തുള്ളവർക്കോ തൃശ്ശൂരുള്ളവർക്കോ തിരുവനന്തപുരത്തുള്ള ആളുകൾക്കോ തോന്നിയേക്കാം. ഇനി ഞാൻ മലപ്പുറത്തിനോട് സമീപത്തായതുകൊണ്ട് തന്നെ, കാരണം മലപ്പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ വ്യത്യാസം തോന്നാതിരിക്കാം, എന്നാൽ തിരുവനന്തപുരത്തുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, കാസർഗോഡുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, കണ്ണൂർക്കാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്ന ഭാഷയും എൻ്റെ മലയാളവും അവരുടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലെ ഭാഷയും തമ്മിൽ എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്, പ്രാദേശികമായിട്ടുള്ള ഭാഷകൾ. അപ്പൊ എന്താ പറയുന്നത്? ഡയലക്ട്സ് ക്യാൻ ഡിഫർ ഇൻ വൊക്കാബുലറി. ഡയലക്ട്സ് എന്ന് പറയുമ്പോൾ വൊക്കാബുലറിയിൽ മാറ്റം വരും. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അവിടെ ഉണ്ടാവില്ല, എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അവിടെ ഉണ്ടായിരിക്കും, ഭാഷയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഞാൻ എക്സാമ്പിൾ ആയിട്ട് അത്തരം ചില പദങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം തിരുവനന്തപുരത്തൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ ആ പദത്തിന്റെ അർത്ഥം എന്താ? വളരെ വ്യത്യാസമായിട്ടുള്ള അർത്ഥമുള്ള പദങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഗ്രാമറും ആസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാരണ ശൈലി, സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ്. Words that are present in one variation of a language may not be there in another. അതായത് ഒരു വേരിയേഷനിൽ, അതായത് ഭാഷയുടെ ഒരു രൂപം, അതാണ് ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഒരു പക്ഷേ മറ്റൊരു വേരിയേഷനിൽ ഇല്ലാതെ വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ഇപ്പൊ ഒരു പക്ഷേ ഞാൻ കാസർഗോഡുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, ആ വ്യക്തി എന്നോട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അയാളുടെ മലയാളം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരാം. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഒരു പക്ഷേ കാസർഗോഡുള്ള ഒരു സ്റ്റുഡൻറ് കേൾക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലാസ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് വരും.
പക്ഷെ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ക്ലാസ് എടുക്കുന്നത് മലയാളത്തിലാണ്, ഞാനും മലയാളിയാണ്, അയാളും മലയാളിയാണ്. ദെൻ വൈ, ദെൻ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഡയലക്റ്റ് ആണ്, മലയാളത്തിൻ്റെ ഡയലക്റ്റ്. ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഗോൺ എന്നുള്ളത്. എന്താണ് ജാർഗൺ? ഓർ യൂസ് ഓഫ് വേർഡ്സ് വിച്ച് ആർ അണ്ടർസ്റ്റുഡ് ഓൺലി ബൈ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിശ്ചിതമായ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് ചില ടെക്നിക്കൽ ടേംസ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ നഴ്സസിനും അതുപോലെ തന്നെ ലാബിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ ചില പദങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടറുടെ റിപ്പോർട്ട്, ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് കരുതിയിട്ട് ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്യുന്ന ഒരു കത്ത് തന്നു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. എന്താ കാരണം? ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ല. അതിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ജാർഗോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓർ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കോമൺ മാൻ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്. കോമൺ മാൻ പറയുന്ന മറ്റൊരു പദമാണ് ലേ പേഴ്സൺ. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ ഇവർ ഡോക്ടർ സ്പീക്സ് അബൌട്ട്, ഒരു ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചാൽ, എന്ത് സംസാരിച്ചാൽ മയോകാർഡിയാക് ഇൻഫാക്ഷൻ. ഇപ്പോൾ ഒരു എന്തിയാണ്, നമ്മളൊരു പേഷ്യന്റിന്റെ കൂടെ പോയിരിക്കുകയാണ്. അപ്പൊ ആ പേഷ്യന്റിന്റെ രോഗത്തെ കുറിച്ച് നമ്മളോട് പറയാണ്, ഇയാൾക്ക് മയോകാർഡിയാക് ഇൻഫാക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം അതൊരു മെഡിക്കൽ ടേം ആണ്, ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന അവരുടെ പദമാണ്. എന്നാൽ ഡോക്ടർ നമ്മളോട് പറയാണ് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ. അപ്പോൾ മയോകാർഡിയാക് ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ഹാർട്ട് അറ്റാക്ക് ഇൻ ജനറൽ ടേം. നമ്മൾ സാധാരണ അപ്പൊ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുകയോ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ അത് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി അല്ലേ, നമ്മൾ ഒരു കാര്യം സംസാരിക്കുകയോ എഴുതുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ റിസീവറെ കുറിച്ച് മനസ്സിലാക്കണം. അയാൾക്ക് അറിയുന്ന തരത്തിലുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അടുത്തത് പറയുന്നത് അടുത്തൊരു ബാരിയർ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ പറയുന്നത് ഭാഷാപരമായിട്ടുള്ള തടസ്സങ്ങൾ, ഭാഷാപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അടുത്തത് പറയുന്നത് ഡിഫറെന്റ് മീനിങ്സ് ഓഫ് ദ സെയിം വേർഡ്. ഇതൊരു വിഷയമാണ്. ചില പദങ്ങൾക്ക് ഒരേ വാക്കിന് തന്നെ പല പല അർത്ഥങ്ങൾ വരാം, പല തരത്തിൽ ഉപയോഗിക്കുമ്പോൾ. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് എന്ന വേർഡിനെ കുഴിച്ചിടുക എന്നുള്ള അർത്ഥമുണ്ട്, തൈ എന്ന അർത്ഥമുണ്ട് അല്ലേ. അപ്പൊ ഇത് ഏകദേശം ഇങ്ങനെ ബന്ധങ്ങളുള്ള അല്ലെ, ഒരു കണക്ഷനുള്ള മീനിങ്സ് ആണ്. ഈ രണ്ട് മീനിങ്സിനും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. എന്നാൽ ചിലത് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പൊ അത്തരം വേർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കും? കമ്മ്യൂണിക്കേഷന്, അത് ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരും. അടുത്തതാണ് റോങ് ട്രാൻസ്ലേഷൻ, അതായത് തെറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു ഭാഷയിലുള്ളത് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊഴി മാറ്റം ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന മിസ്റ്റേക്ക്, ഇതും എന്തിന് കാരണമാവും? കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്കുക, ഇത്രയാണ്. ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാരിയേഴ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, കാരണം ഏകദേശം അരമണിക്കൂർ സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാരിയേഴ്സ് നമുക്ക് അടുത്തൊരു ക്ലാസ് കൂടി എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ, കാരണം ഇനി ബാക്കി കൂടി പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് സമയം, ഏകദേശം 3/4 മണിക്കൂറിലധികം സമയം വരും. അപ്പൊ അത്രയും ലെങ്ത് ആക്കുന്നില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം, നമ്മളെ വീഡിയോസിന് വ്യൂസും കുറവാണ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമൊക്കെ എന്താണ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കഴിയുന്ന സപ്പോർട്ടും സഹകരണമൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ചെയ്യുന്ന വീഡിയോസ് അതിന് ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്തുള്ളൂ. പിന്നെ മാത്രമല്ല ഈ വീഡിയോസിന് ഒരല്പം വ്യൂവേഴ്സിനൊക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന പോലെയൊക്കെ കാണുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പുതിയതായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.